സിയാദിൻ്റെ പേരിൽ മാലാങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാദ്. അത് ഭൂമി തക്കതായ വാല്യുവേഷൻ റിപ്പോർട്ടിലുള്ള ഭൂമികൾ അതിന് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരേ ഭൂമിയിൽ 2 ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാക്കുമ്പോൾ കേൾക്കുന്നവർക്ക് എന്താ തോന്നുക, ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോകുന്നത്. രണ്ടും KFC ലോൺ തന്നെയാണ് ഒരേ പീരീഡിൽ. അല്ല, എന്താ ഒരു കണ്ടെത്തട്ടെ, നമുക്ക് നോക്കാം. 2015 അൻവർ MLA കൂടിയല്ല, പിന്നെ എങ്ങനെയാണ് അൻവർ സ്വാധീനിച്ചതെന്നുള്ളതൊക്കെ അറിയണ്ടേ. ഇതൊരു കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് ഫർദർ കൺസ്ട്രക്ഷൻ എടുത്ത ലോണുകളാണ്. അതൊക്കെ ക്ലിയർ റെക്കോർഡുള്ളതാണ്. ഇതൊക്കെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി തീരുമാനിക്കേണ്ട കോടതികളാണ്. അല്ല, തീർച്ചയായിട്ടും എല്ലാവർക്കും 1 ടൈം സെറ്റിൽമെൻറ്റ് കൊടുത്തതാണ് KFC. എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ്. നമ്മൾ കൊടുത്തത് റിജക്റ്റ് ചെയ്ത് ഒരു സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ളൊരു റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെൻറ്റ് നോട്ടീസിലേക്കാണ് പോയത്. അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും നോക്കിയാലും മനസ്സിലാവുമല്ലോ. തീർച്ചയായിട്ടും സെയിം കാര്യങ്ങൾ തന്നെ. അല്ല, ED അന്വേഷണം ഇല്ലാത്ത നേതാക്കന്മാരാരാ ഉള്ളത്? രാഹുൽ ഗാന്ധി തൊട്ട് പ്രിയങ്ക ഗാന്ധി തൊട്ട് വധേതര തൊട്ട് ഇപ്പോൾ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി, എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ED അന്വേഷണങ്ങളുണ്ട്. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ്? ഇതിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇപ്പം സ്ഥാനാർത്ഥികളെ എല്ലാവരും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. എന്താണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോഴത്തെ നിലവിലെ ഒരു സാഹചര്യം? ഇല്ല, തൃണമൂൽ കോൺഗ്രസ് ആദ്യമേ കഴിഞ്ഞ ഒരു ഏകദേശം ഇലക്ഷൻ ഡിക്ലറേഷൻ വരുന്ന ആ സമയത്ത് തന്നെ കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ നമ്മൾ തീർത്തും പറഞ്ഞതാണ്. നിരുപാധിക പിന്തുണ പിണറായി സത്തെ അവസാനിപ്പിക്കാൻ UDFന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും UDFന് പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. ഇല്ല, നമ്മളെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിക്കലും UDFന് ജയിക്കാൻ കഴിയാത്ത ആ മണ്ഡലങ്ങളിലാണ് 99%. അത് UDFന് ഗുണകരമാകുകയുള്ളൂ, ഒരിക്കലും അത് ദോഷകരമാകുന്നില്ല. അല്ല, അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ച് പോകണമെന്ന് പല ഘട്ടത്തിലും നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുള്ളതാണ്. സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടും അതുതന്നെയാണ്. പക്ഷേ ഇവിടെ മലപ്പുറത്തെ ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് തട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നേതൃത്വം ചർച്ച ചെയ്തതിന് മുകളിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അല്ല, അതിപ്പോൾ അവരോട് തന്നെ ചോദിക്കണ്ടേ, അവരോട് തന്നെ ചോദിക്കേണ്ടതാണ്. സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു പകുതി നീതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ? അത് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.